ഹലോ. അപ്പം ഇപ്പം നല്ല മഴയാണല്ലേ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അങ്ങനെ ബീഫ് കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ അച്ഛൻ പോയി ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നല്ല വൃത്തിയായി ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് കഴുകി കുക്കറിലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൽ എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നതെന്നുള്ളത് അമ്മ നിങ്ങളോട് പറയൂ കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള ബീഫ്, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പില, കുറച്ച് എണ്ണ, മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ല തിരുമുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലടുപ്പിക്കുക. ബീഫ് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം സവോള നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി കൂടി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുക്കറിൽ 4 വിസിൽ കൊടുക്കുന്നുണ്ട്. മസാല വഴറ്റിയെടുക്കുന്നതിനായിട്ട് സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എന്നിവ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമായത്ര ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ശേഷം ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പൊടി ഒന്ന് ചൂടായി കിട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കവറിലുള്ളത് കൊണ്ട് ഞങ്ങൾ അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
തക്കാളി വെന്ത് കിട്ടുന്നതിനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യമായത്ര മീറ്റ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടിയ ബീഫിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ബീഫ് കറി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ടോപ്പിങ്സിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.